Assalamu alaikum. Hello dear students. Today we are learning our second chapter, motion. So I send this as voice clips. Okay, നിങ്ങൾക്ക് ഇത് ഞാൻ വോയിസ് ക്ലിപ്പായിട്ട് സെൻഡ് ചെയ്ത ചാപ്റ്റർ ആണ് എങ്കിലും ജസ്റ്റ് അതിനകത്തുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ റെഫറൻസ് ബോഡി, വാട്ട് ഈസ് റെഫറൻസ് ബോഡി ആൻഡ് എന്താണ് റെഫറൻസ് ബോഡി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിസ് അതൊരു വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്തതാണ്, ബട്ട് മിക്കവാറും ഉള്ളവർക്കൊന്നും അത് ഡൗൺലോഡ് ചെയ്തേക്കാൻ ഡൗൺലോഡ് ദിസ് വീഡിയോ. സോ എന്താണ് നമുക്ക് അതിനകത്തുള്ള ആ ഒരു എന്തൊക്കെ കണ്ടൻസ് ആണെന്നുള്ളത് പറയാം. ഓക്കെ, സോ ദ എക്സാമ്പിൾ, ദ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്. ഒരു മൂവിങ് ബസ്സിലിരിക്കുന്ന ഒരു പാസഞ്ചർ. അപ്പം ആ ഒരു സിറ്റുവേഷനാണ്. നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരു മൂവിങ് ബസ്സിൽ എന്ത് ചെയ്യുന്നു, ഒരു പാസഞ്ചർ ഇരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ബസ്സിനെ റെസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പം ബസ്സാണ് അവിടെ മൂവ് ചെയ്യുന്നത്, ആ പാസഞ്ചർ ഇസ് ഇൻ റെസ്റ്റ് അല്ലേ. ബസ്സിനെ റെസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പം പാസഞ്ചർ എന്ത് ചെയ്യുന്നു, ആ പാസഞ്ചർ റെസ്റ്റിലാണ്, ബസ്സാണ് മോഷനിലായിട്ടുള്ളത്. ദെൻ വിത്ത് റെസ്പെക്റ്റ് ടു ദ റോഡ്, റോഡിനെ റെസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോഴെങ്ങനെയാണ്, വിത്ത് റെസ്പെക്റ്റ് ടു ദ റോഡ് ദ പാസഞ്ചർ ഈസ് ഓൾസോ ഇൻ മോഷൻ. പാസഞ്ചറും എന്ത് തന്നെയാണ്, മോഷനിലാണ്. സോ വാട്ട് ഈസ് മോഷൻ? മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ. ആ ഒരു ഒബ്ജക്റ്റിനെ എന്താണ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിന് മോഷൻ സംഭവിച്ചു എന്ന് പറയുന്നത്. We know that. And the second example, a crow sitting on a cow grazing in a field. ഒരു ഫീൽഡിൽ നിൽക്കുന്ന എന്താണ് കൗവിൻ്റെ മുകളിൽ ഒരു കാക്ക, ഒരു ക്രോ ഇരിക്കുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു ദ കൗവിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെന്താണ് കൗവിനെ സംബന്ധിച്ചോളം ഈ ക്രോ എന്ന് പറയുന്നത് എന്താണ്, റെസ്റ്റിലാണ്. പക്ഷേ ആ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അതായത് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ എന്താണ് കൗ എന്ന് പറയുന്ന റെസ്റ്റിലാണോ, ക്രോ എന്ന് പറയുന്ന റെസ്റ്റിലാണോ? നോ. സോ എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്, ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു ചൈൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്താണ് ഈ കുട്ടി എന്ന് പറയുന്നത്, ഈ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ദ സണ്ണിനെ വെച്ച് നമ്മൾ നോക്കുമ്പം ഈ കുട്ടി എന്ത് ചെയ്യാണ്, അവിടെ കുട്ടിക്ക് മോഷൻ ഉണ്ട്. ദെൻ എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ, ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന ബുക്ക്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദ ടേബിൾ, ആ ടേബിളിനെ സംബന്ധിച്ച് ബുക്കിന് എന്ത് ചെയ്യുന്നില്ല, പൊസിഷൻ അതിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ദ ബുക്ക് ഈസ് ഇൻ റെസ്റ്റ്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് നോക്കുമ്പം ആ ബുക്കും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒന്നിനെ റെസ്പെക്റ്റ് ചെയ്തതെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആ റെസ്പെക്റ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നിനെ വെച്ച്, ഇപ്പം നമ്മൾ ഗ്രൗണ്ടിനെ വെച്ച് അല്ലെങ്കിൽ പിന്നെ എന്താണ് റോഡിനെ വെച്ച്, അങ്ങനെ നമ്മൾ ആ ഒരു റെഫറൻസ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് ദ റെഫറൻസ് ബോഡി. സോ റെഫറൻസ് ബോഡി ഇസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഒരു വസ്തുവിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനോ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നു, മറ്റൊരു വസ്തുവിനെ വെച്ച് അല്ലെങ്കിൽ ഒരു വിത്ത് റെസ്പെക്ട് ടു എന്ന് വെച്ച് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ വെച്ച് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. സോ റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് വിച്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഒരു വസ്തുവിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ഇതാണെന്ന് പറയുന്നത് റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. വി ഓൾറെഡി ഡിസ്കസ് ദിസ് ടോപ്പിക്. അതുകൊണ്ടാണ് മിസ്സ് കുറച്ച് സ്പീഡായിട്ട് പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ എത്രയാണോ അതിൻ്റെ പാത്ത് ട്രാവൽ ചെയ്തത്, ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ്. എത്ര പാത്ത് ട്രാവൽ ചെയ്തു, എത്ര ടോട്ടൽ. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇൻ ദാറ്റ് എക്സാമ്പിൾ വൺ പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഒരു പേഴ്സൺ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഹോമിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഹോമിൽ നിന്ന് അദ്ദേഹം ഓഫീസിലേക്ക് രണ്ട് വേയിലൂടെ പോകുന്നുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഓഫീസിലെത്താൻ വേണ്ടിയിട്ട് രണ്ട് ഇതുണ്ട്. അതിനകത്തുള്ള ലെങ്ത് എന്ന് പറയുന്നത് 600 മീറ്റർ, 300 മീറ്റർ. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യുന്നു, ഹോമിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എവിടെ എത്തുന്നു, അദ്ദേഹം ഓഫീസിലേക്ക് എത്തുന്നു. ഹോമിൽ നിന്ന് എവിടെ എത്തുന്നു, ഓഫീസിലേക്ക് എത്തുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 മീറ്ററും 300 മീറ്ററുമാണ്. അവിടെ നിന്ന് നമ്മുടെ ഹൗസിൽ നിന്ന് ഈ ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, ഈ ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അയാൾ തിരിച്ച് വീട്ടിലേക്ക് വേറൊരു വഴി പോകുന്നു. സോ അപ്പോഴുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 മീറ്റർ. ദെൻ
എന്താണ് 420 മീറ്റർ. അപ്പോൾ ഇതിനിടയ്ക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഡിസ്റ്റൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 600 + 300 ദാറ്റ് ഈസ് 900. അതാണ് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് 600 മീറ്റർ, അതുപോലെ 660 മീറ്റർ, 660 ആണ്, 600 അല്ല, 660 മീറ്റർ, 420 മീറ്റർ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ കേസിൽ പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിത് അങ്ങ് ആഡ് ചെയ്തിട്ട് ഇപ്പം എത്രയാണോ ഈ അദ്ദേഹത്തിൻ്റെ ഹോമിൽ നിന്ന്, ഫ്രം ഹിസ് ഹോം ഹി ട്രാവൽ ടു ദ ഓഫീസ്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയും. എന്നിട്ട് എത്രയാണ് മൊത്തത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര ഡിസ്റ്റൻസ് എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഈ നേരെ നമ്മൾ പോകുന്നു, ഫ്രം ഹോം ടു ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു. അതായത് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, നേരെയുള്ളൊരു വഴിയിലൂടെ, ഇത് എന്താണ് ആ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ എത്ര പാസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് എന്താ പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷൻ, ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ അല്ലേ. ഇത് ഇനിഷ്യൽ പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നതാണ് ഫൈനൽ പൊസിഷൻ. അപ്പം ആ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താനെടുത്ത ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് 480 മീറ്റർ. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയി, എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പോയി എന്നല്ല, അല്ലാതെ നേരെ പോവുകയാണെന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 480 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ മതി. പക്ഷേ ആ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ കൂടുതലാണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ പാത്ത് ട്രാവൽഡ്, എത്ര പാത്ത് ട്രാവൽ ചെയ്തോ അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പം സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അതാണ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ടോട്ടൽ പാത്ത് ട്രാവൽഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എന്താണ്, അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. അത് നമ്മൾ എത്ര ലെങ്ത് എടുത്തോ, നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചോ എന്നുള്ളതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആ പാത്ത് മാത്രമല്ല എടുക്കുന്നത്, എന്താണ് എടുക്കുന്നത്, അവിടെ ഒരു ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ എടുക്കുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ദർ ഇസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയൊക്കെ യൂണിറ്റ് എന്ത് തന്നെയാണ്, മീറ്റർ തന്നെയാണ്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി there is another concept, vector quantities and scalar quantities. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, സോ when stating the displacement പറയുമ്പോൾ നമ്മൾ it is necessary to indicate the direction along with the magnitude. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷനും പറയാറുണ്ട്, അവിടെ മാഗ്നിറ്റ്യൂഡും പറയാറുണ്ട്. എന്താണ് ഡയറക്ഷൻ, എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 200 മീറ്റർ, ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ നോർത്തിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ സൗത്തിലേക്കാണോ പോകുന്നതെന്ന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ പറയാറുണ്ട്. സോ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വി സേ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. മാഗ്നിറ്റ്യൂഡും പറയാറുണ്ട്, ഡിറക്ഷനും പറയാറുണ്ട്. Okay, so such quantities having both magnitude and direction is called vector quantities. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഇത് 200 മീറ്റർ സൗത്തിലേക്കാണോ അല്ലെങ്കിൽ 200 മീറ്റർ വെസ്റ്റിലേക്കാണോ നോർത്തിലേക്കാണോ എന്ന് നമ്മൾ ആ ഒരു ഡയറക്ഷൻ കൂടി ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമല്ല, ദർ ആർ അനദർ ക്വാണ്ടിറ്റീസ്, വേറെ ക്വാണ്ടിറ്റീസിന് നമ്മൾ ഡയറക്ഷൻസ് പറയാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. സോ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. Okay, such physical quantities have magnitude and direction are referred to as vector quantities. Magnitude and direction ഉള്ള quantities ആണ് vector quantities എന്ന് പറയുന്നത്. Physical quantities which direction do not indicated are scalar quantities. But scalar quantities ന്റെ കേസിൽ നമ്മൾ എന്ത് പറയാറില്ല, direction പറയാറില്ല. We only say the
മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇഫ് വി സേ ദ ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് വിച്ച് ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. സദിശ അളവ്, അദിശ അളവ് എന്ന് പറയാറുണ്ട്. സോ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അല്ലേ, ഡയറക്ഷനും പറയും മാഗ്നിറ്റ്യൂഡും പറയും. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ഇറ്റ് ഇസ് വെസ്റ്റ് ഓർ ഈസ്റ്റിലോട്ടാണോ വെസ്റ്റിലോട്ടാണോ നമ്മൾ പറയാറുണ്ട്. ഇൻ ദ കേസ് ഓഫ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് വി ഓൺലി സേ ദ എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുള്ളൂ. അത്തരം ക്വാണ്ടിറ്റീസാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റീസിനും വെക്റ്റർ. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? നമ്മൾ 2 എക്സാമ്പിൾ പറഞ്ഞു. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയാറുള്ളൂ. ബട്ട് ഇൻ വെക്റ്റർ ക്വാണ്ടിറ്റീസ് വി സേ ദ both magnitude and direction. So displacement is an vector quantity. Displacement എന്ന് പറയുമ്പോൾ എന്താണ്? It is a vector quantity. Displacement എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, വെൻ എ ബോഡി, അതുപോലെ തന്നെ നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. ഡിസ്റ്റൻസ്, വോളിയം. സ്കെയിലാർ ക്വാണ്ടിറ്റി എക്സാമ്പിളാണ് വോളിയം. വോളിയത്തിൻ്റെ കേസിൽ നമ്മൾ ഡയറക്ഷൻ പറയാറുണ്ടോ? ഡിറക്ഷൻ പറയുമോ? നമ്മൾ വെസ്റ്റിലോട്ടാണോ വോളിയം, ഈസ്റ്റിലോട്ടാണോ വോളിയം എന്ന് നമ്മൾ പറയാറില്ല. സോ വോളിയം ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ദെൻ പിന്നെ ഡെൻസിറ്റിയുടെ കേസിലും നമ്മൾ അത് ഡയറക്ഷൻ പറയില്ല. ഡെൻസിറ്റി, ദെൻ മാസ്, ഇതൊക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. ഡെൻസിറ്റി, മാസും ടൈമും ഒക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ വെലോസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ഇനി പഠിക്കും. സോ വെലോസിറ്റി, ദെൻ ആക്സിലറേഷൻ, അതൊക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള കോൺസെപ്റ്റുകളാണ്. ദിസ് കോൺസെപ്റ്റ് യു വാണ്ട് ടു ലേൺ. വെലോസിറ്റി, ആക്സിലറേഷൻ, ദെൻ ഫോഴ്സ് നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബലം അല്ലേ. ഫോഴ്സ് നമ്മൾ എങ്ങോട്ട്, ഏത് ഡയറക്ഷനിലോട്ടാണെന്ന് പറയാറുണ്ട്. ഏത് ഡിറക്ഷനിലോട്ടാണ് നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഈ ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് പ്രയോഗിച്ചു. അത് ഏത് ഡിറക്ഷനിലോട്ടാണ് നമ്മൾ പറയാറുണ്ട്. സോ ഫോഴ്സ് ഇസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കെയിലർ ക്വാണ്ടിറ്റീസ് വി ജസ്റ്റ് സേ ഓൺലി ദ എന്താണ്? നമ്മൾ എന്ത് മാത്രമേ പറയൂ? നമ്മൾ അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ സ്കെയിലർ ക്വാണ്ടിറ്റീസിൽ പറയത്തുള്ളൂ. ഇനി നമ്മൾ സ്പീഡ് എന്താണ്? സോ അനദർ പാരാമീറ്റർ ഈസ് ദ സ്പീഡ്. സ്പീഡ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു 1 അവറിൽ. അപ്പോൾ ഒന്നെന്നുള്ളൊരു ഇതാണ് യൂണിറ്റിലൂടെ നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ദ സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന യൂണിറ്റ് ടൈമിൽ നമ്മൾ ട്രാവൽ ചെയ്ത ആ ഒരു ഡിസ്റ്റൻസ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്പീഡ്? സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. Distance traveled by time. Then velocity എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആൻഡ് വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വി ക്യാൻ ഡിഫൈൻ ഓൾസോ വെലോസിറ്റി ഇൻ അനദർ വേർഡ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ടൈം. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, ഒരു യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന പൊസിഷൻ ചേഞ്ചിനെയും നമുക്ക് എന്തെന്ന് പറയാം? വെലോസിറ്റി എന്ന് പറയാം. ദ ഇക്വേഷൻ ഫോർ ഇറ്റ് ഇസ് velocity is equal to displacement time, speed is equal to distance traveled by time. Speed is a എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി. വെലോസിറ്റി is a vector quantity. So you have to understand this equation ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. So in the next class we will
ലേൺ ഡീറ്റെയിൽലി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. വി ക്യാൻ ഡിസ്കസ് ഇതിൻ്റെ യൂണിറ്റ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ വി ക്യാൻ ഡിസ്കസ് ദിസ് വിൽ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.